എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് എന്ന് പറയാം അതിനെ. പക്ഷേ എണ്ണയിൽ വറുത്തെടുക്കുന്നതല്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ എണ്ണയിൽ വറുത്ത് കൊടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളുകളല്ലേ. എനിക്ക് പ്രത്യേകിച്ച് എണ്ണയിൽ വറുത്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ആവിയിൽ പുഴിയും കൊടുക്കുന്നതൊക്കെ ഉള്ള അങ്ങനത്തെ ഈ 4 മണി പലഹാരങ്ങൾ കൊടുക്കാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ എൻ്റെ മക്കൾക്ക് കഴിക്കാൻ താല്പര്യം എണ്ണയിൽ വറുത്ത സാധനങ്ങളാണ്. ഞാനിതിലേക്ക് ഉപയോഗിച്ചേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏത്തപ്പഴം, നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമേ. ഇപ്പം നന്നായിട്ട് കറുപ്പരയൊക്കെ വന്നാന്നേലും കുഴപ്പമില്ല കേട്ടോ. 1-2 നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണേ. അപ്പോൾ എത്ര ഏത്തപ്പഴം നന്നായിട്ട് ഉപയോഗിക്കുന്നു അത്രയും സോഫ്റ്റ് ആവും, രുചിയും കൂടും. ഏത്തപ്പഴം 2-3 ഉപയോഗിച്ചെന്ന് കണ്ട് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചേർത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ കടലപ്പരിപ്പാണേ. അപ്പോൾ കടലപ്പരിപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു സാധനമാണല്ലോ. ഫൈബറുണ്ട്, അതേപോലെ പ്രോട്ടീനുണ്ട്. അപ്പോൾ ചില കുട്ടികളൊക്കെ കടലയൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അറിയത്തേ ഇല്ല ഇതിൽ കടല ചേർത്തിട്ടുണ്ടെന്ന് പോലും. അപ്പോൾ അവർ കഴിക്കുകയും ചെയ്തോളും. കുറച്ച് മധുരമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയേക്കുന്ന സാധനമായിട്ട് ഞാനിവിടെ പഞ്ചസാരയിൽ ഉപയോഗിക്കുന്നത് ശർക്കര ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. ഇത് ഡയബറ്റീസുകാർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നമ്മൾ ശർക്കര ചേർക്കുന്നതിന് മുമ്പേ തന്നെ ഏത്തപ്പഴം എല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് അവർക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ബാക്കിയുള്ളതിൽ ശർക്കര ചേർത്തിട്ട് കുട്ടികൾക്കും അത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവർക്കും ഡയബറ്റീസുകാർക്കും കഴിക്കാം. അപ്പം തയ്യാറായി കഴിഞ്ഞു. കണ്ടില്ലേ, ഇത് കണ്ടാൽ തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ തോന്നും. നമ്മളിത് ബ്രേക്കിൻ്റെ സമയത്തൊക്കെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഇത് 1 പീസോ 2 പീസോ കൊടുത്തു വിട്ടാൽ അവർ കഴിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഹെൽത്തി ആയിട്ടുള്ള കടലപ്പരിപ്പ്, ഏത്തപ്പഴം, ശർക്കര ഇതെല്ലാം ചേരുന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു സാധനമാണല്ലോ. അയൺ എന്ന് പറയുന്നുണ്ടെങ്കിൽ ശർക്കരയ്ക്കകത്തിൽ മുഴുവൻ അയണാണ്. ഏത്തപ്പഴത്തിൽ ഫൈബറുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, നിറയെ മിനറൽസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഉള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. അതേപോലത്തെ ഒരു ഭക്ഷണമാണ് കുട്ടികൾക്ക് കൊടുത്തു വിടുക. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഒരു റിസർച്ചിൻ്റെ ഫലമായിട്ട് എനിക്കിത് കിട്ടിയ ഒരു ഭക്ഷണം കേട്ടോ. ഞാനിത് കഴിച്ചു നോക്കിയപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അയ്യോ, ഇത്രയും ടേസ്റ്റ് ഇതിനുണ്ടോ എന്ന്. ഞാൻ എങ്ങനെ ഒരു പുതിയ ഡിഷ് കണ്ടുപിടിക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയപ്പം എനിക്ക് കിട്ടിയതാ. ചിലതൊക്കെ തയ്യാറാക്കി നോക്കും തന്നെ പാളിപ്പോകാറുണ്ട് കേട്ടോ. അതിൽ പാളിപ്പോകാതെ കിട്ടിയ ഒരു ഡിഷായത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണേ. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വേണ്ടി ഞാനിവിടെ 5 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പെടുത്ത് കുതിർക്കാനായിട്ട് വെച്ചേ. ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ നേരം കുതിർത്ത് വയ്ക്കണേ. അപ്പോൾ ഏറെ വെള്ളം ഒഴിച്ച് വേണം ഇത് കുതിർക്കാനായിട്ട് വെക്കാനായിട്ട്, അല്ലെങ്കിൽ കടല വെള്ളം അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളം അങ്ങ് പറ്റിപ്പോകും. ഇനി അതിനെ നന്നായിട്ട് കഴുകി ഞാനെടുത്തു. മിക്സി ജാറെടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് 1 പ്രാവശ്യം ഇട്ട് കൊടുക്കാനുള്ളതേ ഉള്ളേ. അത് ജാറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങളത് തീരുമാനിച്ചാൽ മതി. ഞാനപ്പോൾ ഒറ്റയടിക്ക് തന്നെ അത് ഇട്ട് കൊടുത്തു. വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തു. ഇതുപോലൊരു സ്മൂത്ത് പേസ്റ്റാക്കി വേണം അതിനെ എടുക്കാനായിട്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു. അപ്പോൾ ജീരകം ഇഷ്ടമുള്ളവർ വേണേൽ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമില്ലാത്തവർ അതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇതും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങയോളം ഞാൻ ചിരകിയത് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇതും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഇത്ര ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിന്. അല്ലെങ്കിൽ തേങ്ങ ചിരകിയതിന് പകരം തേങ്ങ കൊത്തുണ്ടല്ലോ, അങ്ങനെ അരിഞ്ഞിട്ട് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ അത് എല്ലാം കൂടെ മിക്സ് ചെയ്തു. അതിനുശേഷം ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുവാണേ. ശർക്കരയുടെ അളവ് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചിലർക്ക് മധുരം കുറച്ച് മതി, ചിലർക്ക് നന്നായിട്ട് വേണം. അപ്പോൾ ഞാൻ അതിൻ്റെ കണക്ക് പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇനി ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത് നല്ലതായിട്ട് പഴുത്ത 2 ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനി ചെറിയ കഷണങ്ങളായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ 2 എടുത്തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏത്തപ്പഴം ചേർത്ത രുചി കൂടത്തേ ഉള്ളൂ, കുഴപ്പങ്ങളൊന്നുമില്ല. അതേപോലൊക്കെ തന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചക്ക വരട്ടിയതോ അല്ലെങ്കിൽ ചക്കപ്പഴം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതോ ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല രുചി ആയിരിക്കും, അന്നേരം ഒന്നുകൂടെ രുചിയായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം അരിഞ്ഞ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചേർക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണേ. ഞാൻ 1.5 കപ്പ് ഗോതമ്പ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിനെ ഇനി നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് കണക്കാക്കാമെന്ന്. കാരണം ഗോതമ്പ് പൊടിയിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ബാക്കി പിന്നെ ഞാൻ എന്തൊക്കെ മറ്റുള്ള സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനോടൊപ്പം നമ്മൾ നെയ്യും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തേ. ഏത് മധുരമുള്ള സാധനത്തിനും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതായത് ഗോതമ്പ് പൊടി അവിടെ എവിടെയും കട്ട പിടിച്ചൊന്നും കിടക്കരുത്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ശർക്കര നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. ഈ ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് മേടിക്കുന്നതാണ്. ഇതിനകത്ത് ഒട്ടും അഴുക്കൊന്നുമില്ല, കല്ലും കട്ടയും ഒന്നുമില്ല. ഇത് മഹാരാഷ്ട്ര സ്റ്റേറ്റിലെയാണ്. അപ്പോൾ കൊൽഹാപുരി എന്ന് പറയുന്നത്, ജാഗറി കൊൽഹാപുരി എന്ന് അടിച്ച് നോക്കിയാൽ കിട്ടും. നല്ല ശർക്കരയാണ് അത്. എല്ലാവരും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഇഡ്ഡലിപ്പാത്രം അടുപ്പയിൽ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് പതുക്കെ തിളക്കിയിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് മാവ് കോരി ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു പറങ്ങാണ്ടിയും ഇച്ചിരി മുന്തിരിങ്ങ അതിൻ്റെ മണ്ടയിൽ വെക്കുന്നുണ്ട്. കാരണം കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഒന്ന് കഴിക്കാനും തോന്നും, ഒരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ പറങ്ങാണ്ടിയും മുന്തിരിങ്ങയും കുട്ടികളുടെ അകത്ത് ചെയ്യുന്നത് നല്ലതുമാണല്ലോ. അതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ അപ്പം എടുത്ത് വെക്കുകയാണ് വേകാനായിട്ട്. അപ്പോൾ ഇതിന് ഞാൻ കണക്ക് പറയുന്നില്ല എത്രയാ സമയം വെന്ത് വരാനെന്ന്. ഓരോരുത്തരുടെയും പ്ലേറ്റിൻ്റെ ആ കനം അനുസരിച്ചിരിക്കും, അതായത് അതിനകത്ത് ഒഴിക്കുന്ന മാവിനനുസരിച്ചിരിക്കും അത് വെന്ത് വരാനുള്ള സമയവും. അപ്പോൾ അത് വെന്തോ ഇല്ലയോ എന്നറിയാനായിട്ട് പപ്പട കമ്പിയോ അല്ലെങ്കിൽ ഈർക്കിലിയോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കുന്നുണ്ടേ. അതേ പറ്റിയില്ലെങ്കിൽ അത് വെന്തെന്നാണ് അർത്ഥമേ. അപ്പോൾ അതിനനുസരിച്ച് ടൈം നിങ്ങൾ കണക്ക് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അപ്പം ഇത് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് വെളിയിലേക്ക് എടുത്ത് വെച്ചു. നല്ല സൂപ്പർ അപ്പം കേട്ടോ, നല്ല സോഫ്റ്റാണ്, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും, അതിന് യാതൊരു സംശയവുമില്ല. ഏത്തപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവരത് കഴിച്ചോളും. നോക്കൂ എത്ര സോഫ്റ്റാണ്. ഞാനത് മുറിക്കുന്നത് കാണുമ്പോഴേ അറിയാമല്ലോ, മനസ്സിലാകത്തില്ലേ കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പമാണ്. ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് എന്നെ കമൻ്റ് ഒന്ന് അറിയിക്കണം. ഏത്തപ്പഴം കിട്ടാത്തവർ വേറെ എന്തെങ്കിലും പഴമാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. റോബസ്റ്റയോ അല്ലെങ്കിൽ പൂമ്പഴമോ ഏതാണെന്ന് അവരവർക്ക് കിട്ടുന്ന പഴം ഏതാണെന്നോ അത് ഉപയോഗിക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.